ഏവർക്കും എക്സലിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് രാഹുൽ. ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയം ഹിന്ദിയാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ പാഠമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. പാഠത്തിൻ്റെ പേര് പക്ഷി അവർ ദീമക്. എന്താ പക്ഷി അവർ ദീമക് എന്ന് വെച്ചാൽ പക്ഷിയും ചിതൽ. ദീമക് എന്നാൽ ചിതൽ. ഒന്നുകൂടി പാഠത്തിൻ്റെ പേര് ശ്രദ്ധിക്കുക. പക്ഷി അവർ ദീമക്, പക്ഷിയും ചിതലും. ഇതൊരു കഹാനിയാണ്. എന്താ കഹാനി എന്ന് വെച്ചാൽ കഥ. അപ്പോൾ ഇതൊരു കഥയാണ്. അപ്പോൾ നമ്മളൊന്ന് പഠിക്കാൻ പോകുന്ന ഒരു മനോഹരമായ ഒരു കഥയാണ്. ആ കഥ എഴുതിയിരിക്കുന്നത് മുക്തിബോധം. അപ്പോൾ ആ കഥ എഴുതിയിരിക്കുന്നത് മുക്തിബോധം. ഒന്നുകൂടി പാഠത്തിൻ്റെ പേര് പക്ഷി അവർ ദീമക്. ഇതൊരു കഥയാണ്. കഥയുടെ ഹിന്ദി കഹാനി. ഇതൊരു കഹാനിയാണ്. ഇത് രചിച്ചിരിക്കുന്നത് മുക്തിബോധം. ഇത് 1 മാർക്കിന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ രചയിതാവ് ആരാണെന്നുള്ളത്. ഒന്നുകൂടി പാഠത്തിന്റെ പേര് പക്ഷി അവർ ദീമക്. ഇതൊരു കഹാനിയാണ്. ഇത് രചിച്ചിരിക്കുന്നത് മുക്തിബോധം. അപ്പോൾ പാഠം തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഈ പാഠത്തിൽ വരുന്ന കുറച്ച് ടഫായിട്ടുള്ള വേർഡ്സ് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഈ വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ടുകളിൽ എഴുതി വെച്ചേക്കുക. ഇപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ വാക്ക് ദീമക്. ദീമക് എന്നാൽ ചിതൽ. അടുത്തത് ഉഡ്ന. ഉഡ്ന എന്നാൽ പറക്കുക. ഉഡ്ന എന്നാൽ പറക്കുക. അടുത്തത് നിഗാഹ്. നിഗാഹ് എന്നാൽ നോട്ടം. നിഗാഹ് എന്നാൽ നോട്ടം. അടുത്ത വാക്ക് തേസ്. തേസ് എന്നാൽ മൂർച്ചയുള്ള. തേസ് എന്നാൽ മൂർച്ചയുള്ള. അടുത്തത് ഭനക്. ഭനക് എന്നാൽ ചെറിയ ശബ്ദം. ഭനക് എന്നാൽ ചെറിയ ശബ്ദം. അടുത്തത് മഹക്. മഹക് എന്നാൽ സുഗന്ധം. മഹക് എന്നാൽ സുഗന്ധം. അടുത്തത് നൗജവാൻ. നൗജവാൻ എന്നാൽ യുവാവായ അല്ലെങ്കിൽ ചെറുപ്പക്കാരനായ. നൗജവാൻ എന്നാൽ യുവാവായ. അടുത്ത വാക്ക് ബൈൽഗാഡി. ബൈൽഗാഡി എന്നാൽ കാളവണ്ടി. ബൈൽഗാഡി എന്നാൽ കാളവണ്ടി. അടുത്തത് തക്ലീഫ്. തക്ലീഫ് എന്നാൽ കഷ്ടപ്പാട്. തക്ലീഫ് എന്നാൽ കഷ്ടപ്പാട്. അടുത്തത് ബോര. ബോര എന്നാൽ ചാക്ക്. ബോര എന്നാൽ ചാക്ക്. അടുത്ത വാക്ക് ശൗക്ക്. ശൗക്ക് എന്നാൽ ആഗ്രഹം. ശൗക്ക് എന്നാൽ ആഗ്രഹം. അടുത്തത് തന. തന എന്നാൽ മരത്തിൻ്റെ തായ്തടി. അതായത് നമ്മുടെ മരത്തിൻ്റെ ആ ഒരു തടിഭാഗം ഉണ്ടല്ലോ, അതാണ് തന എന്ന് പറയുന്നത്. അടുത്തത് മട്ടിയാല. മട്ടിയാല എന്നാൽ ചെളി നിറഞ്ഞ. മട്ടിയാല എന്നാൽ ചെളി നിറഞ്ഞ. അടുത്ത വാക്ക് മടരാന. മടരാന എന്നാൽ ചുറ്റിക്കറങ്ങുക. മടരാന എന്നാൽ ചുറ്റിക്കറങ്ങുക. അടുത്തത് സൗദ. സൗദ എന്നാൽ കച്ചവടം. സൗദ എന്നാൽ കച്ചവടം. അടുത്ത വാക്ക് ചോഞ്ച്. ചോഞ്ച് എന്നാൽ ചുണ്ട്. ചോഞ്ച് എന്നാൽ ചുണ്ട്. അടുത്തത് പർ. പർ എന്നാൽ ചിറക്. പർ എന്നാൽ ചിറക്. അടുത്തത് ബർദശത്ത്. ബർദശത്ത് എന്നാൽ സഹിക്കുക. ബർദശത്ത് എന്നാൽ സഹിക്കുക. ഇത്രയുമാണ് ഒന്നാമത്തെ ഭാഗത്തിലെ മീനിങ്സ് ആയിട്ട് വരുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കാം. ദീമക് എന്നാൽ ചിതല്. ഉഡ്ന പറക്കുക. നിഗാഹ് നോട്ടം. തേസ് മൂർച്ചയുള്ള. ഭനക് ചെറിയ ശബ്ദം. മഹക് സുഗന്ധം. നൗജവാൻ യുവാവായ. ബൈൽഗാഡി കാളവണ്ടി. തക്ലീഫ് കഷ്ടപ്പാട്. ബോര ചാക്ക്. ശൗക്ക് ആഗ്രഹം. തന മരത്തിൻ്റെ തായ്തടി. മഠിയാല ചെളി നിറഞ്ഞ. മടരാന ചുറ്റിക്കറങ്ങുക. സൗദ കച്ചവടം. ചോഞ്ച് ചുണ്ട്. പർ ചിറക്. ബർദശത്ത് സഹിക്കുക. ഇനി നമുക്ക് നേരെ ടെക്സ്റ്റിലേക്ക് കാണാം. ഓക്കെ, നമുക്ക് കഥ ആരംഭിക്കാം. എല്ലാവരും പേജ് നമ്പർ 18 എടുക്കുക. കഥ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഏകത പക്ഷി. ഇപ്പോൾ ഒരിടത്തൊരു പക്ഷി ഉണ്ടായിരുന്നു. വह नीले आसमान में खूब ऊंचाई पर उड़ता जा रहा था. അപ്പോൾ അത് നീലാകാശത്തിലൂടെ വളരെ ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണ്. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്നൊരു ക്വസ്റ്റ്യനാണ് ഈ പക്ഷിയുടെ സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ ചോദിക്കും. അതിൽ എഴുതാൻ പറ്റിയൊരു പോയിന്റാണ് എന്താണ്? വह नीले आसमान में खूब ऊंचाई पर उड़ता जा रहा था. അത് നീലാകാശത്തിൽ വളരെ ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണ് ഇത്.
അടുത്ത ശ്രദ്ധിക്കുക, ഉസ്കെ സാത്ത് ഉസ്ക പിത അവർ മിത്ര ഭി थे. അപ്പോൾ ഇവന്റെ കൂടെ ആരൊക്കെയുണ്ട്? അവന്റെ പിത ഉണ്ട്, പിത അച്ഛനും, അതുപോലെ തന്നെ മിത്ര എന്ന് പറഞ്ഞാൽ കൂട്ടുകാരനുമുണ്ട്. അപ്പോൾ ഇവന്റെ കൂടെ ആരൊക്കെയുണ്ട്? ഇവന്റെ അച്ഛനുമുണ്ട്, ഇവന്റെ കൂട്ടുകാരനുമുണ്ട്. ശ്രദ്ധിക്കുക, സബ് ബഹത് ഊഞ്ചായി പർ ഉടനെ വാലെ പക്ഷി थे. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരെല്ലാവരും വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികളാണ്. ശ്രദ്ധിക്കുക, ഉൻകി നിഗാഹും ഭി ബഡി തേസ് തി. ഇപ്പോൾ ഇവിടെ നിഗാഹ് ഞാൻ തന്നിട്ടുണ്ട്. എന്താണ് നിഗാഹ് എന്ന് വെച്ചാൽ നോട്ടം, തേസ് എന്ന് വെച്ചാൽ മൂർച്ചയുള്ള. വളരെ ഇവരുടെ നോട്ടം എന്ന് പറയുന്നത് വളരെ ഷാർപ്പാണ്. അതായത് ദൂരെയുള്ള സാധനങ്ങൾ പോലും, വളരെ അകലത്തിലുള്ള സാധനങ്ങൾ പോലും വളരെ വ്യക്തമായിട്ട് കാണാൻ ഈ പക്ഷികൾക്ക് പറ്റും. ഒന്നുകൂടി, ഉൻകി നിഗാഹും ഭി ബഡി തേസ് തി. അപ്പോൾ ഇവരുടെ നോട്ടം എന്ന് പറയുന്നത് വളരെ മൂർച്ചയുള്ളതാണ്, വളരെ ക്ലിയർ ആണ്. ശ്രദ്ധിക്കുക, उन्हें दूर दूर की भनक और दूर दूर की महक भी मिल जाती है. അപ്പോൾ ഭനക്കും മഹക്കും ഇവിടെ ചർച്ച ചെയ്താണ്. എന്താണ് ഭനക്ക് എന്ന് വെച്ചാൽ? ഭനക്ക് എന്നാൽ ചെറിയ ശബ്ദം, അതുപോലെ മഹക്ക് എന്നാൽ സുഗന്ധം. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഉനെ ദൂർ ദൂർ കി ഭനക്ക്, വളരെ അകലെയുള്ള ഒരു കുഞ്ഞ് സൗണ്ട് പോലും, ശബ്ദം പോലും ഇവർക്ക് എന്ത് ചെയ്യാം? തിരിച്ചറിയാം. അതുപോലെ തന്നെ ദൂർ ദൂർ കി മഹക്ക്, വളരെ അകലത്തിലുള്ള സ്മെല്ല് പോലും ഇവർക്ക്, സുഗന്ധം പോലും ഇവർക്ക് അറിയുവാനുള്ള ഒരു കഴിവ് ഇവർക്ക് ഉണ്ട്. അടുത്ത പാരാഗ്രാഫ് ശ്രദ്ധിക്കാം. एक दिन वह नौजवान पक्षी जमीन पर चलती हुई एक बैलगाड़ी को देख लाता है. അപ്പോൾ ഒരിക്കൽ നമ്മുടെ ഈ പക്ഷി എന്ത് ചെയ്തു? ജമീൻ പർ ചൽത്തി ഹുയി. ജമീൻ എന്നാൽ തറ, ഭൂമി. അപ്പോൾ ഭൂമിയിലൂടെ പോകുന്ന അല്ലെങ്കിൽ തറയിലൂടെ പോകുന്ന ഏക്ക് ബൈൽഗാഡിയെ ആര് കാണുന്നു? ഈ പക്ഷി കാണുകയാണ്. അപ്പോൾ ഈ പക്ഷി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് താഴേക്ക് നോക്കിയപ്പോൾ ആര് പോകുന്നു? ഒരു ബൈൽഗാഡി, ഒരു കാളവണ്ടി പോകുന്നു. ഉസ്മേ ബഡേ ബഡേ ബോരെ ഭരേ ഹുയേ थे. അപ്പോൾ ആ കാളവണ്ടിയിൽ ഒരുപാട് ബോര വച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ബോര എന്നാൽ? ചാക്ക് കെട്ടുകൾ, ചാക്ക്. അപ്പോൾ ഒരുപാട് ചാക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ആ വണ്ടിയിൽ. ശ്രദ്ധിക്കുക, ഉസ്മേ ബഡേ ബഡേ ബോരെ ഭരേ ഹുയേ थे. അതിൽ ഒരുപാട് ചാക്കുകൾ വെച്ചിട്ടുണ്ട്. ഗാഡി വാല ചില്ലാ ചില്ലാക്കർ കഹത്താ ഹേ ദോ ദീമക്കേം ലോ ഏക് പങ്കാ ദോ. അപ്പോൾ ആ അതിലെ വണ്ടിക്കാരൻ, ഗാഡിവാല എന്ന വണ്ടിക്കാരൻ, ആ വണ്ടിക്കാരൻ ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുകയാണ്. ചില്ല ചില്ല എന്ന് പറഞ്ഞാൽ വിളിച്ച് പറയുകയാണ്. എന്താണ്? ദോ ദീമക്കേം ലോ ഏക് പങ്കാ ദോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2 ദീമക്കിനെ തരാം. ദീമക്ക് എന്ന് വെച്ചാൽ ചിതല്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2 ദീമക്കിനെ തരാം, 2 ചിതലിനെ തരാം. നിങ്ങൾ എന്ത് തന്നാൽ മതി? ഏക് പങ്കാ ദോ. നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യുക? ഒരു തൂവല് തരിക. പങ്ക എന്ന് പറഞ്ഞാൽ തൂവല്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2 ചിതല് തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാഠത്തിന്റെ തുടക്കം എന്ന് പറയാം. ഞാൻ ഒന്നുകൂടി വായിക്കാം. നമ്മുടെ പാഠത്തിന്റെ പേര് പക്ഷി ഓവർ ദീമക്ക്, പക്ഷിയും ചിതലും. ഇത് എഴുതിയത് മുക്തിബോധാണ്. ഇതൊരു കഥയാണ്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടൊരു കഥാപാത്രം ഒരു പക്ഷിയാണ്. ആ പക്ഷി എന്ത് ചെയ്യുന്നു? വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ്. അവന്റെ കൂടെ ആരൊക്കെയുണ്ട്? അവന്റെ അച്ഛനുണ്ട്, അവന്റെ കൂട്ടുകാരനുണ്ട്. അതുപോലെ ഈ പക്ഷിയുടെ ഒരു പ്രത്യേകത എന്താണ്? വളരെ ദൂരത്തിലുള്ള സൗണ്ടും, ചെറിയ സൗണ്ടും, അതുപോലെ വളരെ ദൂരത്തിലുള്ള സുഗന്ധം പോലും ഇവർക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരിക്കൽ ഈ പക്ഷി എന്ത് ചെയ്യുന്നു? പറന്നുകൊണ്ടിരുന്ന സമയത്ത് താഴേക്ക് നോക്കിയപ്പോൾ ഒരു ഗാഡിവാല, ഒരു വണ്ടിക്കാരൻ എന്ത് ചെയ്യുന്നു? കാളവണ്ടിയുമായി പോകുന്നുണ്ട്. ആ കാളവണ്ടി നിറയെ ചാക്കുകളാണ്. ആ കാളവണ്ടിക്കാരൻ വിളിച്ചു പറഞ്ഞു എന്താണെന്ന്? ദോ ദീമക്കേം ലോ ഏക് പങ്കാ ദോ. അപ്പോൾ 2 ചെതലിനെ തരാം, നിങ്ങൾ എനിക്ക് എന്ത് തന്നാൽ മതി? ഒരു തൂവല് തന്നാൽ മതി. അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 19 എടുക്കുക. ബാക്കി ശ്രദ്ധിക്കുക. ഉസ് നൗജവാൻ പക്ഷി കോ ദീമകോം കാ ശൗഖ് താ. അപ്പോൾ നൗജവാന്റെ മീനിങ് ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു. നൗജവാൻ എന്നാൽ യുവാവായ. അപ്പോൾ ആ ചെറുപ്പക്കാരനായ പക്ഷിക്ക് ഭയങ്കരമായ ശൗക്കാണ്. ശൗക്ക് എന്നാൽ ആഗ്രഹം. എന്തിനോടുള്ള ആഗ്രഹം? ദീമക്ക് കഴിക്കാൻ, ചിതല് കഴിക്കുവാനുള്ള ആഗ്രഹമാണ് നമ്മുടെ നൗജവാൻ പക്ഷിക്ക്. അതായത് ഈ യുവാവായ പക്ഷിക്ക് ഒരുപാട് ആഗ്രഹമാണ്. എന്ത് കഴിക്കാൻ? ഈ ചിതലിനെ കഴിക്കുവാൻ വേണ്ടി. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഉസ് നൗജവാൻ പക്ഷിക്കോ ദീമക്കും കാ ശൗഖ് താ. അപ്പൊ ആ നൗജവാൻ പക്ഷിക്ക്, ആ ചെറുപ്പക്കാരനായ പക്ഷിക്ക് അവന്റെ ആഗ്രഹം എന്താണ്? ഒരുപാട് ചിതലുകളെ കഴിക്കുക എന്നാണ്. വൈസേ തോ ഊഞ്ചേ ഉടനെ വാലെ പഞ്ചിയോं को हवा में ही बहुत से कीड़े തൈർത്തി हुए मिल जाते. ശ്രദ്ധിക്കുക, വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾക്ക് എന്താണ് ആഹാരമായി കിട്ടുന്നത്? ശ്രദ്ധിക്കുക, ഹവാ മേ ഹി ബഹുത് ഹി കീടേ തൈർത്തി ഹുയെ മിൽ ജാതെ. അപ്പൊ അതായത് ഈ കാറ്റിലൂടെ പറക്കുന്ന കീട എന്ന് വെച്ചാൽ
ചെറു ചെറു പ്രാണികളാണ് ഇവരുടെ ആഹാരം എന്ന് പറയുന്നത്. ആരുടെ? അതായത് നമ്മുടെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികളുടെ ആഹാരം എന്ന് പറയുന്നത് ഈ കാറ്റിലൂടെയൊക്കെ പറക്കുന്ന ചെറിയ ചെറിയ കീട എന്ന് പറഞ്ഞാൽ പ്രാണികളാണ്. ജിനെ ഖാക്കർ വേ അപ്പനെ ഫൂക്ക് തോടി ബഹുത്ത് ശാന്ത് കർ ലേത്തെ. അപ്പോൾ ആ കീടങ്ങളെ, അതായത് ആ പ്രാണികളെ കഴിച്ചാണ് ഇങ്ങനെയുള്ള പക്ഷികൾ അവരവരുടെ വിശപ്പ് അടക്കുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഉസ് നൗജവാൻ പക്ഷിക്കു ദീമകും കാ സൗഖ്യത. ഈ നൗജവാൻ പക്ഷിക്ക്, ഈ ചെറുപ്പക്കാരനായ പക്ഷിക്ക് എന്ത് കഴിക്കാൻ ആഗ്രഹം? ദീമക്കിനെ, ചിതലിനെ കഴിക്കാൻ വളരെ ആഗ്രഹമാണ്. കാര്യം എന്താണ്? വൈസേത്ത് ഊഞ്ചെ ഉടനെ വാലെ പഞ്ചിയും കോ ഹവാ മേ ഹി ബഹുത്ത് സേ കീട തയർത്തെ ഹുയെ മിൽ ജാത്തെ. കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾക്ക് അവരുടെ ആഹാരം എന്ന് പറയുന്നത് ഈ അന്തരീക്ഷത്തിൽ പറക്കുന്ന പ്രാണികളാണ്. ജിനേൻ കാക്കർ വേ അപ്പനി ഭൂക്ക് തോടി ബഹുത്ത് ശാന്ത് കർ ലേത്തെ. അപ്പോൾ അത് കഴിച്ചാണ്, ഇത്തരത്തിലുള്ള പ്രാണികളെ കഴിച്ചാണ് ഇവരവരുടെ വിശപ്പ് അകറ്റുന്നത്. ഓക്കെ, അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിക്കാം. ലേക്കിൻ ദീമക്ക് സിർഫ് ജമീൻ പർ മിൽത്തി ഹൈ. പക്ഷേ ഈ ചിതലുകൾ എന്ന് പറയുന്നത് നമുക്ക് എവിടെ കിട്ടത്തുള്ളൂ? ആകാശത്ത് കിട്ടുമോ? ഒരിക്കലുമില്ല. ജമീൻ, ഭൂമിയിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നമുക്ക് ഈ ചിതലുകളെ കാണാൻ കഴിയത്തുള്ളൂ. കഭി കഭി പേടോം പർ, ചില സമയങ്ങളിൽ നമുക്ക് ഈ ചിതലുകളെ മരത്തിൽ കാണാം. ജമീൻ സെ തനെ പർ ചടുക്കർ, എങ്ങനെ? അതായത് ഈ തറയിൽ നിന്ന് നമ്മുടെ മരത്തിന്റെ ആ ഒരു തായ്തടി ഉണ്ടല്ലോ, അതായത് ഈ തടി ഭാഗത്തേക്ക് നൂഴ്ന്ന് കയറുന്ന ആ ഒരു ചിതലിനെ നമുക്ക് കാണാൻ പറ്റും. ഊഞ്ചി ഡാൽ തക്ക, അവിടെ നിന്ന് എവിടെ വരെ എത്തും? ഊഞ്ചി ഡാൽ തക്ക. ഡാൽ എന്നാൽ കൊമ്പ്. അപ്പൊ ഈ മരത്തിന്റെ താഴെ ഭാഗം മുതൽ കൊമ്പ് ഭാഗം വരെ നമുക്ക് ഈ ചിതലിനെ കാണാൻ പറ്റും. ശ്രദ്ധിക്കുക. വേപന മഠിയാല ലെംബാഘർ ബനാലേറ്റി. എന്താണോ മഠിയാല എന്നാൽ ചെളി നിറഞ്ഞ. ഇപ്പൊ ഇവരുടെ വീടുകൾ കണ്ടിട്ടുണ്ടോ? അതായത് ചെതലിന്റെ പുറ്റ് കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അതായത് ചെളിയാണ്, മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ മരത്തിന്റെ മണ്ടയിലൊക്കെ എന്താണ് ചെതല് വീടുണ്ടാക്കുന്നു. എന്തുപയോഗിച്ച്? ചെളി ഉപയോഗിച്ച്. ശ്രദ്ധിക്കുക ഒന്നുകൂടി. വേപന മഠിയാല ലംബഘർ ബനാലേത്തി. അപ്പൊ ഇവരുടെ ചെളി നിറച്ച വീടുകളാണ് ഇവര് ഉണ്ടാക്കുന്നത്. ലേക്കിൻ ഐസേ കുച്ച് ഹി പേട് ഹോത്തെ അവർ വേ സബ് ഏക് ജഗഹ് ന മിൽത്തെ. അപ്പൊ അങ്ങനെയുള്ള മരങ്ങളിൽ ഇവരെ കാണാൻ പറ്റും. പക്ഷെ അവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ചെതലുകളെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ആകാശത്ത് കിട്ടില്ല, ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ നൗജവാൻ പക്ഷിക്ക്, അതായത് ഈ യുവാവായ പക്ഷിക്ക് ചെതല് കഴിക്കാൻ വളരെയധികം ആഗ്രഹം. ओके, ശ്രദ്ധിക്കുക. नौजवान पक्षी को लगा यह बहुत भी सुविधा है कि एक आदमी दीमकों को बोरे में भरकर बेच रहा है. അപ്പോൾ നൗജവാൻ പക്ഷിക്കോ ലഗ യഹ് ബഹുത് ബഡി സുവിധ ഹൈ. അപ്പോൾ നൗജവാൻ പക്ഷിക്ക്, അതായത് നമ്മുടെ ചെറുപ്പക്കാരനായ പക്ഷിക്ക് തോന്നി, എന്ത് തോന്നി? ഇതൊരു വലിയൊരു സുവിധയാണ്. സുവിധ എന്നാൽ അവസരം. കാര്യം എന്താണ്? कि एक आदमी दीमकों को बोरों में भरकर बेच रहा है. കാര്യം ഒരു ആത്മീ, ഒരു വ്യക്തി ഈ ദീമക്കുകളെ, ഈ ചെതലുകളെ പറക്കി ഒരു ചാക്കിലാക്കി എന്ത് ചെയ്യുന്നു? ബേച്ചന. ബേച്ചന എന്നാൽ വിൽക്കുക. ഒന്നുകൂടി. അപ്പോൾ നൗജവാൻ പക്ഷിക്കോ ലഗ, അതായത് നമ്മുടെ യുവാവായ പക്ഷിക്ക് ഒരു മനസ്സിലായി. എന്താണ് മനസ്സിലായത്? യഹ് ബഹുത് ബഡി സുവിധ ഹൈ, ഇതൊരു വലിയ അവസരമാണ്. കാര്യം എന്താണ്? कि एक आदमी दीमकों को बोरों में भरकर बेच रहे हैं. അതായത് ഒരു വ്യക്തി ഈ ചെതലുകളെല്ലാം പറക്കി ഒരു ചാക്കിലാക്കി എന്ത് ചെയ്യുന്നു? കൊണ്ട് വിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും ഉയരത്തിൽ പറക്കുന്ന ഈ പക്ഷിക്ക് ഇതൊരു വലിയ ചാൻസ് ആണ്. അതുപോലെ തന്നെ ഈ പക്ഷിക്ക് വളരെ ആഗ്രഹമാണ് എന്ത് കഴിക്കാൻ? ഈ ചെതലിനെ കഴിക്കാൻ. ബാക്കി ശ്രദ്ധിക്കാം. വഹ് ഊഞ്ചായം ചോടുക്കർ മടരാത്ത ഹുവ നീച്ചെ ഉതർത്താ ഹൈ. അപ്പോൾ ഈ ഒരു ആഗ്രഹം കാരണം, എന്തിന്റെ ആഗ്രഹം കാരണം? ചിതലിനെ കഴിക്കുക എന്ന ആഗ്രഹം കാരണം ബഹ്ബലി ഊഞ്ചായിയാൻ ചോടുകർ, തൻ്റെ ഉയരങ്ങളെല്ലാം ഉപേക്ഷിച്ച്, അതായത് ഏറ്റവും ഉയരത്തിൽ നിൽക്കുകയാണ്, ആ ഉയരങ്ങളെല്ലാം ഉപേക്ഷിച്ച് എവിടേക്ക് വരുന്നു? ഭൂമിയിലേക്ക് വരികയാണ്. മടരാത്ത ഹുവ, ചുറ്റിക്കറങ്ങി എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ പക്ഷി ഭൂമിയിലേക്ക്, നീച്ചെ ഉതിർത്ത താഴേക്ക് വരികയാണ്. അവർ പേടക്കി ഏക്ക് ഡാൽ പർ ബൈറ്റ് ജാത, അവിടെ വന്നിട്ട് ഒരു മരത്തിന്റെ ഡാല് നേരത്തെ ഞാൻ പറഞ്ഞു, ശിഖരം അല്ലെങ്കിൽ കൊമ്പ്, ഒരു മരത്തിന്റെ കൊമ്പിലേക്ക് നമ്മുടെ ഈ പക്ഷി വന്നിരിക്കുകയാണ്. ഒന്നുകൂടി. ബാബരി ഊഞ്ചായം ചോടുക്കർ മടരാത്ത ഹുവ നീച്ചെ ഉതിർത്ത, അപ്പൊ തൻ്റെ ഉയരങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വരികയാണ് ഈ നൗജവാൻ പക്ഷി. എന്തിനു വേണ്ടി? ചെതലിനെ കഴിക്കുവാൻ വേണ്ടി. അവർ പേടിക്ക് ഏക്ക് ഡാൽ പർ ബൈറ്റ് ജാത, ഒരു മരത്തിന്റെ ശിഖരത്തിലേക്ക് വന്ന് ഇടുന്നു. ദോനോം കാ സൗദ തൈ ഹോ ജാതാ ഹൈ. അപ്പൊ ഇവർ തമ്മിലുള്ള
ആ ഒരു സൗദ എന്നാൽ കച്ചവടം. ഇവർ തമ്മിലുള്ള കച്ചവടം എന്ത് ചെയ്യുന്നു, റെഡിയായി കഴിഞ്ഞു. അതായത് 2 ചെതലിന് ആർക്ക് കൊടുക്കുന്നു, ഈ പക്ഷിക്ക് കൊടുക്കുമ്പോൾ ഈ പക്ഷി തൻ്റെ ഒരു തൂവലെടുത്ത് ആർക്ക് കൊടുക്കും, ഈ വണ്ടിക്കാരന് കൊടുക്കും. അതാണ് അവിടുത്തെ കച്ചവടം. अपनी चोंच से एक पर को खींच कर तोड़ने में उसे तकलीफ होती है. അപ്പോൾ ഈ തൂവൽ തൻ്റെ ശരീരത്തിൽ നിന്ന് എടുക്കണം അല്ലേ. ശ്രദ്ധിക്കുക, अपनी चोंच से एक पर को खींच कर. അപ്പോൾ തൻ്റെ ചുണ്ട് തൻ്റെ ചുണ്ട് കൊണ്ട് ഒരു പർ എടുക്കണം. പറ എന്ന് വെച്ചാൽ എന്താ, ചിറക് അല്ലെങ്കിൽ തൂവൽ എന്ന് നമുക്ക് പറയാം. അപ്പോൾ തൻ്റെ തൂവൽ എടുക്കുന്നതിൽ ഉസെ തക്ലീഫ് ഹോത്തെ. എന്താ തക്ലീഫ് എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായി, നല്ല വേദനയുണ്ടായി. ആർക്ക്, ഈ പക്ഷിക്ക് ഒരുപാട് വേദന ഉണ്ട്. തൻ്റെ ചുണ്ട് കൊണ്ട് തൻ്റെ ഒരു തൂവൽ ഇങ്ങനെ വലിച്ചെടുക്കുന്നതിന് ഒരുപാട് വേദന സഹിക്കേണ്ടി വന്നു. ലേക്കിൻ ഉസെ ബർദശത്ത് കർസ് ലേതാ ഹൈ. പക്ഷേ അവൻ അത് എന്ത് ചെയ്തു, ബർദശത്ത് ചെയ്തു. എന്താ ബർദശത്ത് എന്ന് വെച്ചാൽ സഹിക്കുക. അവൻ ആ വേദന സഹിക്കുകയാണ്. എന്തിനു വേണ്ടി, ഈ ചിതലിനെ കഴിക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് അവൻ ആ വേദന എന്ത് ചെയ്യുന്നു, സഹിക്കുന്നു. ചുണ്ടുകൊണ്ട് തൻ്റെ ചുണ്ട് കൊണ്ട് ആ ചിറകിനെ എന്ത് ചെയ്യുന്നു, ആ ചിറകിലെ തൂവലിനെ കൊത്തിയെടുത്ത് ആർക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്, ഈ വണ്ടിക്കാരന് കൊടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. മുഹമ്മേ ബഡേ സ്വാദ് के साथ 2 दीमकें दबाकर वह पक्षी दूर से उड़ जाता है. എന്ത് ചെയ്യുന്നു, തൻ്റെ വായിൽ എന്ത് ചെയ്യുന്നു, ഈ 2 ചെതലിനെയും വാങ്ങിക്കൊണ്ട്, അതായത് തൻ്റെ ഒരു തൂവൽ കൊടുത്തപ്പോൾ ആ വണ്ടിക്കാരൻ 2 ചെതലിനെ കൊടുത്തു. ആ ചെതലിനെ വളരെ ആർത്തിയോടുകൂടി ഈ എന്ത് ചെയ്യുന്നു, നമ്മുടെ നൗജവാൻ പക്ഷി, ഈ ചെറുപ്പക്കാരനായ പക്ഷി കഴിക്കുകയും എന്നിട്ട് എന്ത് ചെയ്യുന്നു, പക്ഷി ഫുർസെ ഉടിജാത്ത ഹേ. എന്നിട്ട് എന്ത് ചെയ്തു, ചിറകടിച്ച് തൻ്റെ വീട്ടിലേക്ക്, മുകളിലേക്ക് എന്ത് ചെയ്യുന്നു, പറന്നു പോകുന്ന ഒരു സിറ്റുവേഷനിൽ എത്തി നിൽക്കുകയാണ്. പാരഗ്രാഫ് ഒന്നുകൂടി ശ്രദ്ധിക്കാം. ദോനോക സൗദ തൈ ഹോ ജാതാ ഹൈ. അപ്പോൾ ഇവർ തമ്മിലുള്ള കച്ചവടം റെഡിയായി. അതായത് ഒരു തൂവൽ കൊടുത്താൽ 2 ചെതലിനെ കിട്ടും. അപ്പോൾ ആ കച്ചവടം അവിടെ റെഡിയായി. अपने चोंच से एक पर को खींचकर तोड़ने में उसे तकलीफ होते हैं. അപ്പോൾ തൻ്റെ ചുണ്ട് കൊണ്ട് ആ ചിറകിനെ നുള്ളിയെടുക്കുക എന്നത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി, വേദനയുണ്ടാക്കി. പക്ഷേ അവൻ ആ വേദന എന്ത് ചെയ്തു, സഹിച്ചു. കാര്യം എന്താണ്, ലേക്കിൻ ഉസേ വഹ ബർദശത്ത് കർ ലേതാ ഹൈ. തൻ്റെ ആ വേദന എന്ത് ചെയ്തു, സഹിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം എന്താണ്, മുഹമ്മേ ബഡേ സ്വാദ് के साथ 2 दीमकें दबाकर वह पक्षी फिर से उड़ जाता है. അപ്പോൾ ആ വണ്ടിക്കാരൻ കൊടുത്ത 2 ചെതലിനെ വളരെ ആർത്തിയോടുകൂടി ഈ പക്ഷി കഴിക്കുകയും തൻ്റെ വീട്ടിലേക്ക് പറന്നു പോവുകയും ചെയ്തു. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ 1ാം ഭാഗത്തിൽ ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഒന്നുകൂടി ഞാൻ തിരിച്ചു വരികയാണ്. പാഠത്തിൻ്റെ പേര് പക്ഷി ഓർ ദീമക്, എഴുതിയത് മുക്തിബോധ്. ഇതൊരു കഥയാണ്. ഇതിലെ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു യുവാവായ പക്ഷിയാണ്. ആ പക്ഷിയുടെ ആഗ്രഹം എന്താണ്, ചിതലിനെ കഴിക്കുക എന്നതാണ് ആഗ്രഹം. അങ്ങനെ ഒരു ദിവസം ഒരു വണ്ടിക്കാരൻ ചാക്കുകൾ നിറയെ ചെതലുമായിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്. എന്താണ്, ഒരു തൂവൽ കൊടുക്കൂ, 2 ചെതലിനെ തരാം. ഈ പക്ഷിക്ക് ഇതൊരു അവസരമായിരുന്നു. കാര്യം എന്താണ്, ഈ പക്ഷിയുടെ പ്രത്യേകത എന്താണ്, വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ്. ഇവരുടെ ആഹാരം എന്ന് പറയുന്നത് ഈ അന്തരീക്ഷത്തിലുള്ള കൃമികളും കീടങ്ങളും ഒക്കെയാണ്. അപ്പോൾ അത് വെച്ചാണ് ഇവരെന്ത് ചെയ്യുന്നത്, വിശപ്പ് അകറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ പക്ഷിക്ക് ചിതലിനെ കഴിക്കാൻ വളരെയധികം ആഗ്രഹമാണ്. അങ്ങനെ ഇവരുടെ കച്ചവടം, അതായത് ഈ വണ്ടിക്കാരൻ ഈ പക്ഷിയും തമ്മിലുള്ള കച്ചവടം റെഡിയായി. അതായത് 2 ചെതലിന് വേണ്ടി ഇവൻ തൻ്റെ ഒരു തൂവൽ എന്ത് ചെയ്യുന്നു, എടുത്ത് കൊടുക്കുകയാണ്. ആദ്യം വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വേദനയുണ്ടായിരുന്നു. പക്ഷേ അവൻ ആ വേദന സഹിച്ചു. എന്തിനു വേണ്ടി, ഇവന് അതിയായ ആഗ്രഹമാണ് എന്ത് കഴിക്കാൻ, ചിതൽ കഴിക്കാൻ. 1ാമത്തെ ഭാഗം ഇന്നിവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ മീനിങ്സ് ഇതിൻ്റെ കൂടെ ഒരു പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി നിങ്ങളുടെ നോട്ടുകളിൽ എഴുതി വയ്ക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ വരുന്ന ക്ലാസ്സിൽ നമുക്ക് കാണാം. ഗുഡ് ബൈ.